ഒരാഴ്ചയായിട്ട് തുടങ്ങിയ മഴയാണ്. നിൽക്കുന്നതേ ഇല്ല കേട്ടോ. ഇപ്പോൾ 2, 3 ദിവസമായിട്ട് അടുപ്പിച്ച് മഴയാണ്. തോരെ തോരെ മഴ പെയ്തുകൊണ്ടേയിരിക്കുകയാണ്. തുണികളൊക്കെ എത്ര ദിവസമായി കഴുകിയിട്ടിട്ട് പുറത്ത് തന്നെ കിടക്കുക കേട്ടോ. എടുക്കാൻ പോലും പറ്റുന്നില്ല. അകത്ത് കൊണ്ടിട്ടാലും നമുക്ക് വിരിച്ചിടാനുള്ള സൗകര്യമൊന്നും ഇല്ല. ഞാൻ കുറച്ച് നേരം ഇങ്ങനെ മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ചിരുന്നു. മുറ്റമൊക്കെ നോക്കിയപ്പോൾ എനിക്ക് സങ്കടം വരുമായിരുന്നു. കാരണം അന്ന് മമ്മി അത്രയും കഷ്ടപ്പെട്ട് എല്ലാം ക്ലീൻ ചെയ്ത് പോയാണ്. ഒരിടത്ത് പോലും പുല്ലെന്ന് പറയുന്ന സാധനം ഇല്ലായിരുന്നു. മഴ തുടങ്ങിയപ്പോഴത്തേക്ക് എത്ര പെട്ടെന്ന് ഇങ്ങനെ മേളിൽ കയറി വന്നു കേട്ടോ. പുല്ല് ഈ പോച്ചയൊക്കെ ആയാലും ഇനി അതൊക്കെ ഇനി ക്ലീൻ ചെയ്തെടുക്കുമ്പോൾ ഒരു സമയമാവുന്നതാണ്. എനിക്കിങ്ങനെ കുനിഞ്ഞിരിക്കാനും പറ്റത്തില്ലല്ലോ, അതാണ് പ്രശ്നം. അങ്ങനെ ഞാൻ അരിയടപ്പത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചോറങ്ങനെ വെന്തിരിക്കുകയാണ്. ഇനി അതൊന്ന് അടച്ചിട്ടാൽ മാത്രം മതി. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞൻ പോയി കഴിഞ്ഞിട്ടാണ് ഞാൻ വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ രാവിലത്തെ ഒരു ട്രിപ്പ് കുക്കിങ് കാര്യങ്ങളും കഴിഞ്ഞു. ഞാനിന്ന് രാവിലെ ചോറായിട്ടല്ല, ഫ്രൈഡ് റൈസ് പോലാണ് വെച്ചത്. കുഞ്ഞിന് പെട്ടെന്ന് റെഡിയാക്കി കൊടുത്തതാണ്. വെജിറ്റബിളൊന്നും അങ്ങനെ അധികം അങ്ങനെയൊന്നും ഇല്ല. എഗ് ഫ്രൈഡ് റൈസ് പോലെ വെച്ചാട്ടോ. കുറച്ച് ഉള്ള വെജിറ്റബിളൊക്കെ വെച്ചിട്ട് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി പപ്പടമൊക്കെ ആക്കിയൊക്കെയാണ് കുഞ്ഞിന് കൊടുത്ത് വിട്ടത്. അപ്പോഴത്തേക്കാണ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് അനിയത്തിമാർ വിളിച്ചിട്ട് പറഞ്ഞു ഇതുവിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ അവർക്ക് ഉച്ചയാകുമ്പോഴത്തേക്ക് അവർ എത്തുമെന്നും പറഞ്ഞു. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കേണ്ടത് അതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് കുക്കറിനകത്തോട്ട് കുറച്ച് അരിയും കൂടി ഇട്ട് ഒന്ന് എല്ലാം റെഡിയാക്കി വെച്ച് ഇനി കറി എന്തെങ്കിലും വെക്കണം കേട്ടോ. കറി വെക്കാൻ വേണ്ടി ഞാൻ നോക്കിയപ്പോൾ പച്ചക്കറിയൊന്നും ഞാൻ മേടിക്കാൻ പോകുന്നില്ല. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ പുറത്തോട്ടേ ഇറങ്ങുന്നില്ല. അതുകൊണ്ട് നേരത്തെ കിടന്നത് കുറച്ച് ഇങ്ങനെ വെള്ളരിക്കയൊക്കെ ഇരിപ്പുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ സാമ്പാർ വെക്കാമെന്നുള്ളൊരു പ്ലാനിങ് ആയിരുന്നു. പക്ഷെ സാമ്പാറെന്ന് പറയാൻ വേണ്ടിയിട്ട് അതിനകത്ത് പച്ചക്കറികളൊന്നും ഇല്ല കേട്ടോ. ആകെപ്പാടെ ഈ ഒരു വെള്ളരിക്ക കിടപ്പുണ്ട്, പിന്നെ 2 ക്യാരറ്റ്, പിന്നെ കിഴങ്ങ്, ഉള്ളി, ഇതൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ കുറച്ച് വെള്ളരിക്ക കട്ട് ചെയ്തെടുത്തിട്ട് 1-2 ക്യാരറ്റും പിന്നെ ഉരുളൻകിഴങ്ങും പിന്നെ സവോള ഉണ്ടല്ലോ, സവോളയും തക്കാളിയും എല്ലാം കൂടി ഇട്ട് ഒരു സാമ്പാർ പോലെ വെക്കാമെന്ന് കഴിച്ചു. എങ്ങനെ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരുപാട് സാധനമൊന്നും ഇല്ലാതെ വെക്കുന്നത് കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഇട്ടിരുന്നു, അതായത് കല്യാൺ സിൽക്കിൽ പോയിരുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നപ്പോൾ കുറേ പേര് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിനിപ്പോൾ എങ്ങനെയുണ്ട് എന്നുള്ള രീതിയിൽ. കുഞ്ഞിനിപ്പോൾ ഓക്കെ ആയിട്ടോ. ആ ഒരു സമയത്ത് നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളും ആൾക്കും ഉണ്ടായിരുന്നു. ഇപ്പം പക്ഷേ ഓക്കെ ആയി. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നമാകുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. നമ്മൾ ഇത്രയും നാളിങ്ങനെ കാത്തു സൂക്ഷിച്ച് കൊണ്ടുവന്നതാണ്. അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇനി അത് താങ്ങാൻ പറ്റത്തില്ല. കാരണം ഇതിൽ നിന്ന് തന്നെ ഒന്ന് റിക്കവറായി എങ്ങനെയെങ്കിലും പെട്ടെന്നൊന്ന് ശരിയാവണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരിക്കുന്നവർക്ക് വീണ്ടും വീണ്ടും പ്രശ്നം ആയിക്കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ ഇനി എനിക്കത് താങ്ങാൻ പറ്റത്തില്ല. ഏറെയാണ് ഇപ്പോൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ. അതുകൊണ്ട് ആ ഒരു പേടിയും കാര്യങ്ങളും നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അവർ അന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ ആ 4 നില വരെ കയറത്തേ ഇല്ലായിരുന്നു. ആ 4 നില ഇറങ്ങുക എന്നൊക്കെ വെച്ച് ആ സ്റ്റെപ്പ് ഇറങ്ങി വരിക എന്ന് വെച്ചാൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഇവിടെ ഒരു 4 സ്റ്റെപ്പ് കയറുന്ന പോലെ അല്ലല്ലോ നമ്മൾ അത്രയും 4 നിലയൊക്കെ ഇറങ്ങി വരിക എന്ന് വെച്ചാൽ. കുഞ്ഞിന് ആദ്യമായിട്ടാണ് അത്രയും സ്റ്റെപ്പ് ഇറങ്ങി വരുന്നത് താഴോട്ട്. സ്റ്റെപ്പൊന്നും കയറരുത് എടുക്കരുതെന്ന് ഡോക്ടർ പറഞ്ഞെടുത്ത് നമ്മൾ 4 നിലയൊക്കെ ഇറങ്ങി വരിക എന്ന് വെച്ചാൽ എനിക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ല. പിന്നെ നമ്മളവിടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയില്ല. ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഒരു കുട്ടിയെടുത്ത് മാത്രം ഞാനിങ്ങനെ പറഞ്ഞു ഞങ്ങൾ 4 നില കയറി ഇറങ്ങേണ്ടി വന്നു കാലും വയ്യാതെ എന്ന് മാത്രം പറഞ്ഞു. അന്നേരം ആ കുട്ടി എൻ്റെ ചോദിച്ചു ചേച്ചി എക്സലേറ്റർ ഉണ്ടായിരുന്നല്ലോ എന്നുള്ള രീതിയിൽ. ഞാൻ പറഞ്ഞു എക്സലേറ്റർ ഉണ്ട്, കയറിപ്പോകാനല്ലേ ഉള്ളൂ, ഇറങ്ങിപ്പോകാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടായിരുന്നോ സ്റ്റെപ്പ് അല്ലാതെ എന്നുള്ള രീതി ചോദിച്ചപ്പോൾ ആർക്കും ഒരു മിണ്ടാട്ടവും ഇല്ല. അന്നേരം പിന്നെ ഞാനൊന്നും പറഞ്ഞില്ല കേട്ടോ. എനിക്ക് നന്നായിട്ട് സങ്കടം വന്നിരിക്കുന്ന സമയത്ത് എനിക്ക് എന്തെങ്കിലും പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് സൗണ്ട് കൂടും, ദേഷ്യം വരും, പിന്നെ നല്ല സൗണ്ടിൽ സംസാരിക്കേണ്ടതായിട്ടൊക്കെ വരും. അതുകൊണ്ട് ഞാൻ പിന്നെ കൂടുതലായിട്ട് സംസാരിക്കാൻ നിൽക്കാതെ എങ്ങനെയൊക്കെയോ ആ ബില്ല് അടച്ചു, സാധനം വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് വന്നു. പിന്നെ ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് നമുക്ക് വേറെ കാര്യമൊന്നുമില്ല. എന്തായാലും നടക്കാനുള്ളത് നടന്നുപോയി. ദൈവം സഹായിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അത് തന്നെ വലിയ കാര്യം. നമ്മൾ ഇത്രയും നാളും കാത്തു സൂക്ഷിച്ചിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ വന്നാൽ നമുക്ക് താങ്ങാൻ പറ്റത്തില്ല. എന്നെ അപേക്ഷിച്ച് അത് ഒട്ടും പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് എന്തായാലും 100 ദൈവങ്ങളെ വിളിച്ചാണ് ഓരോ സ്റ്റെപ്പ് ഇറങ്ങിയതും. അതുകൊണ്ട് എന്തെങ്കിലും ആ ഒരു വിളി ദൈവം കേട്ട് കാണും. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, ഇതുവരെ കുഴപ്പമൊന്നുമില്ല. അത് തന്നെ വലിയ സമാധാനം. അങ്ങനത്തെ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാർ ആയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് പരിപ്പ് തോനി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. സാമ്പാർ ഒരുപ്പിച്ച് കൂടുതലായിട്ട് ഇട്ട് ഇച്ചിരി കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്, എന്നാലേ അതിന് ടേസ്റ്റൊക്കെ കാണത്തുള്ളൂല്ലോ. വേറെ വെണ്ടയ്ക്കോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നല്ലോ, ഇച്ചിരി ഒന്ന് കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കുറച്ച് ഞാൻ ഇച്ചിരി പരിപ്പ് കൂടുതലായിട്ട് ഇട്ടിട്ട് വെച്ച് സൂപ്പർ സാമ്പാറായിരുന്നു കേട്ടോ. ഞാൻ വെച്ചുകൊണ്ട് പറയാം, എല്ലാം അടിപൊളിയായിരുന്നു.
കുഞ്ഞിന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇതാ സാമ്പാർ വെച്ചു. പിന്നെ അതൊരു പാത്രത്തിനകത്തോട്ട് മാറ്റി. അതിനുശേഷം പിന്നെ മെഴുക്കുവരട്ടി ഞാൻ ആ ഒരു സമയത്ത് തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു. കോവയ്ക്ക മെഴുക്കുവരട്ടി അതും കൂടെ ആക്കിയിട്ട് വേറെ പാത്രത്തിലോട്ടൊക്കെ ആക്കിയിട്ട് പിന്നെ ഇതാ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ അടുപ്പിൻ്റെ മുകളിലും അവിടെയൊക്കെ ഒന്ന് തുടച്ചൊന്ന് വൃത്തിയൊക്കെ ആക്കിയതിന് ശേഷം പാത്രം കഴുകാമെന്നും പറഞ്ഞിട്ടാട്ടോ. അങ്ങനെ ഇത് അവിടെ എല്ലാം ഒന്ന് തുടച്ച് ഒന്ന് വൃത്തിയൊക്കെ ആക്കി എല്ലാം സെറ്റാക്കി എടുക്കുന്നുണ്ട്. ഉച്ചയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അവളുമാർ വന്നിട്ട് ഫുഡ് കഴിക്കാമെന്നും പറഞ്ഞ് ഞാൻ നിൽക്കുക കേട്ടോ. എനിക്ക് ശരിക്കും വിശക്കുന്നുണ്ടായിരുന്നു. അവളുമാർ 1:30 ആകുമ്പോൾ വരുമെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പിന്നെ കഴിച്ചു വന്നിട്ട് കഴിക്കും. ഒരുമിച്ച് ഇരുന്ന് കഴിക്കുമ്പോൾ ഒരു സുഖമല്ലേ. അല്ലെങ്കിൽ ഞാൻ എന്നും തനിച്ചല്ല ഇരുന്ന് കഴിക്കുന്നത്. ചിലപ്പോഴൊക്കെ ഞാൻ ലേറ്റായിട്ടാട്ടോ കഴിക്കുന്നത്. എനിക്ക് മടിച്ചിരിക്കും. വിശന്നാലും ഞാൻ എങ്ങനെ മടിച്ചിരിക്കും. അങ്ങനെയാണ്. ഇന്ന് അങ്ങനെ ഇരുന്നതാണ്. അങ്ങനെ ഇതാ പാത്രങ്ങളെല്ലാം കഴുകി ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുത്തപ്പോഴത്തേക്ക് അവളുമാർ വന്നപ്പോഴത്തേക്ക് ഇതാ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഗേറ്റ് തുറന്നിട്ടില്ലായിരുന്നു കേട്ടോ. അവളുമാർ അവിടെ കല്ലുന്താഴി എത്തിയപ്പോൾ എന്നെ വിളിച്ചായിരുന്നു. ഞാൻ വിചാരിച്ചു ഇനി നടന്ന് വരുമ്പോൾ സമയമാവുമല്ലോ, ഗേറ്റ് വെറുതെ തുറന്നിടണ്ടാന്ന് വിചാരിച്ചു. വരുന്നതിന് തൊട്ട് മുന്നായിട്ട് എന്നെ വിളിക്കും. പക്ഷെ ഇന്ന് വിളിച്ചില്ല. അതുകൊണ്ട് ഞാൻ ഗേറ്റ് തുറന്നിട്ടില്ലായിരുന്നു. വന്ന് അവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു കേട്ടോ. അങ്ങനെ പിന്നെ അവർ വന്നു. പിന്നെ നേരെ പോയത് ഇതാ ഞാൻ എന്തൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ടാട്ടോ. പിന്നെ പോകുന്ന വരെ പരീക്ഷണം എന്താ ഇതിനകത്തൊക്കെ തന്നെ ആയിരിക്കും. ഇതിങ്ങനെ ഓരോന്ന് ഉപയോഗിച്ച് നോക്കും എങ്ങനെയുണ്ട്. ഞാൻ ഡോട്ടാങ്കിയുടെ ഫേസ് വാഷ് ഇപ്പം പുതിയതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇത് ചോദിക്കായിരുന്നു എങ്ങനെയുണ്ട്, ഞാനിത് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പേടിപ്പിച്ച് വെച്ചേക്കാണ്. ഞാൻ എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അവിടെ അങ്ങ് വെച്ചു കേട്ടോ. പിന്നെ അവൾക്ക് വിശക്കുന്നീന്നും പറഞ്ഞിട്ടാണ് തങ്ങി വന്നത്. രണ്ടുപേരും ഒന്നും കഴിക്കാണ്ടാട്ടോ വന്നത് വീട്ടിൽ നിന്ന്. മമ്മി എന്നെ അപ്പോഴേ വിളിച്ച് പറഞ്ഞു അവരവിടെ എത്തിയോ, ഫുഡൊന്നും കഴിച്ചിട്ടില്ല, നീ വല്ലതും ഉണ്ടാക്കിയോ എന്നൊക്കെ ചോദിച്ചിട്ട്. ചിലമാർക്ക് ഭയങ്കര സ്നേഹമാണ്. ഞാൻ പറഞ്ഞു ഒന്നും ഉണ്ടാക്കിയില്ല എന്നാട്ടോ പറഞ്ഞത്. എന്തായാലും അവൾ നേരത്തെ എന്നെ വിളിച്ച് പറഞ്ഞത് കൊണ്ട് കാര്യമായില്ലെങ്കിൽ പട്ടിണിക്ക് കിടക്കേണ്ട വന്നാനെ. കാരണം ഞാൻ ഫുഡ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് മാത്രമല്ലേ വെക്കത്തുള്ളൂ. വേറെ ആരും ഇല്ലല്ലോ, വേറെ ആരും വരുന്നതുമില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഫുഡ് ഉണ്ടാക്കി വെച്ചാൽ വേസ്റ്റാക്കി എടുത്ത് കളയേണ്ട വരും. അതുകൊണ്ട് ഞാൻ അങ്ങനെ അധികം ഒന്നും ഉണ്ടാക്കത്തില്ല. ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് എത്ര വേണോ അത്രേ ഉണ്ടാക്കത്തുള്ളൂ. കാരണം നമുക്കിപ്പം ഉണ്ടാക്കി ശീലമായല്ലോ. അതുകൊണ്ട് എത്ര കഴിക്കത്തുള്ളൂ എന്ന് നമുക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പിന്നെ കുറച്ചേ ഉണ്ടാക്കത്തുള്ളൂ. പിന്നെ എന്താ പപ്പടം കൂടെ ഒന്ന് പൊള്ളിക്കാമെന്ന് കഴിച്ചു. അപ്പോൾ ഇന്ന് ഉച്ചക്കലത്തേക്ക് സാമ്പാറും മെഴുക്കുവരട്ടിയും പപ്പടവും കൂടെ പൊള്ളിച്ചെടുത്തു. പിന്നെ മുട്ട എങ്ങനെ വറുത്ത് തരട്ടേന്ന് ചോദിച്ചപ്പോഴത്തേക്ക് മുട്ട വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. പപ്പടം മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പെട്ടെന്ന് പപ്പടം കൂടെ ഒക്കെ ഒന്ന് പൊള്ളിച്ചൊക്കെ എടുത്തു. പിന്നെ അവളുമാർ ഇന്ന് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പോകും കേട്ടോ. ബാംഗ്ലൂർ പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. അവൾക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവൾക്ക് കോളേജിൽ വരെ പോകണം. അപ്പോൾ അവളുമാർ രണ്ടും വൈകുന്നേരം ആകുമ്പോൾ ട്രെയിനിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പം ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് ഇരുന്നിട്ട് പിന്നെ പോകാമെന്നും പറഞ്ഞിട്ടാണ്. അങ്ങനെ ഇതാ ഞങ്ങൾ 3 പേരും കൂടെ പിന്നെ ഫുഡ് കഴിച്ചു. കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ എൻ്റെ നാട്ടിൽ വീടിനടുത്ത് ഉള്ളൊരു ചേച്ചിയുടെ മോളുടെ കല്യാണമായിരുന്നു. എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല. അതായത് തലേന്ന് പോകാമെന്ന് പറഞ്ഞ ഒരു പ്ലാനിങ് ആയിരുന്നു എനിക്ക്. അപ്പം തലേന്ന് ഫംഗ്ഷനൊന്നും ഇല്ല എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് സൺഡേ എനിക്ക് പോകണം എന്ന് ഉണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞിനിവിടെ തനിച്ചാണ്. പിന്നെ എന്നിട്ട് ഞാൻ ഇങ്ങനൊരു ഇതുണ്ടായിരുന്നു, ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പോകാമെന്നൊക്കെ. പിന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സൺഡേയിൽ തന്നെ. അതുകൊണ്ട് പിന്നെ എന്തായാലും പോകാൻ പറ്റത്തില്ല. എനിക്ക് പെട്ടെന്ന് വരാനും പറ്റത്തില്ലല്ലോ. ഉച്ചയൊക്കെ ആകുമ്പോഴാണ് കല്യാണം നടക്കുന്നത്. ആ ഒരു സമയത്ത് അവിടുന്ന് നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങിയാലും സൺഡേ ഉണ്ട്. അവിടുന്ന് പെട്ടെന്ന് അങ്ങോട്ട് ബസ് സർവീസ് കുറവാണ്. അന്നേരം അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളുണ്ട്. എനിക്ക് പെട്ടെന്ന് ഇവിടെ എത്താനും പറ്റത്തില്ല. എന്തായാലും ഞാൻ ഇരുട്ടും വരുമ്പോഴത്തേക്കും. അതുകൊണ്ട് പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ടാന്ന് വിചാരിച്ചു. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തെ നമുക്ക് അന്ന് അത്യാവശ്യമുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. ഒരിടം വരെ പോകാനുണ്ടായിരുന്നു. അപ്പം നമുക്ക് പോകാൻ പറ്റിയില്ല. എനിക്ക് നമ്മുടെ കൊല്ലംകാരാരെങ്കിലും നമ്മുടെ ഈ ഒരു വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോടായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അതായത് നമ്മളിവിടെ ഒരു കടപ്പാക്കട ആ ഒരു സൈഡിൽ നിന്ന് അവിടെ തൊട്ട് നമ്മുടെ ഒരു മൂന്നാംകുറ്റിയുടെ സൈഡ് വരെയൊക്കെ ഉള്ള ഒരു ഏരിയയിലെങ്ങാണം ഇതോട്ട് വീട് റെൻറ്റിന് ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. സൗകര്യം എന്ന് വെച്ചാൽ വലിയ സൗകര്യം എന്നൊന്നും ഇല്ല. 1-2 ബെഡ്റൂമോ കിച്ചണും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ മതി. പിന്നെ അറ്റാച്ച്ഡ് ബാത്റൂം ആയിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് വീട് അറ്റാച്ച്ഡ്, റൂം അറ്റാച്ച്ഡ് ആകണമെന്നില്ല. വീട് അറ്റാച്ച്ഡ് ആയിട്ട് അകത്ത് അറ്റാച്ച്മെൻ്റ് ആയിട്ടുള്ള ബാത്റൂം ആയാലും മതി. പിന്നെ കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൂടെ മതി. അപ്പോൾ ഞാനിത് പറയണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ നമ്മൾ ഒരുപാട് കിടന്ന് തിരക്കിയിട്ട് നമുക്ക് വീടൊന്നും കിട്ടിയില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഇതോട്ട് അറിയാവുന്ന അങ്ങനെ അവിടെയെങ്ങാനും അടുത്തുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. എനിക്ക് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ കമൻറ്റ് അയച്ചിട്ട് എനിക്ക്
ഇതോട്ട് അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ മെസ്സേജ് ഇട്ടാലും മതി. ജസ്റ്റ് പ്ലീസ് പെട്ടെന്ന് ഒന്ന് കോൺടാക്റ്റ് ചെയ്യണം കേട്ടോ. കാരണം ഞങ്ങൾ നോക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അറിയാവുന്ന ആരെങ്കിലും നമ്മുടെ ഈ ഒരു ഭാഗത്തേക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. വലിയ ഉപകാരം ആയേനെ. ഞങ്ങൾ ഒരുപാട് അടുത്ത് നോക്കുന്നുണ്ട്. ഒരിടത്ത് വിളിച്ച് ചോദിക്കുമ്പോഴത്തേക്ക് അവരിങ്ങനെ പിന്നെ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീടൊന്നും പറയുന്നതുമില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ നിങ്ങളടുത്ത് അങ്ങോട്ട് പറയാമെന്ന് വിചാരിച്ചത് കേട്ടോ. അങ്ങനെ ഇതാ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇതാ അവളുമാർ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി കേട്ടോ. എന്തായാലും അവളുമാർ ഇറങ്ങിയ സമയത്ത് മഴയൊന്നും ഇല്ലായിരുന്നു. അവളുമാർ വന്ന സമയത്തും മഴ തോന്നിയിരിക്കുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് പെയ്തില്ലാട്ടോ. അവളുമാർ ട്രെയിനിൽ കയറുന്ന വരെ എന്തായാലും കുഴപ്പമില്ലായിരുന്നു. ട്രെയിൻ കയറിയെന്നും പറഞ്ഞിട്ട് എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീഡിയോസൊന്നും പിന്നീട് എടുത്തില്ലായിരുന്നു. പിന്നെ തൂക്കലും വാരലും പിന്നെ കുളിയെല്ലാം കഴിഞ്ഞു, വിളക്കെല്ലാം കത്തിച്ച് അതെല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ വീഡിയോസ് എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇതാ കുഞ്ഞൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കട്ടനിട്ടു. കട്ടനിക്കാരും എനിക്കിന്ന് ചായ കുടിക്കാനായിരുന്നു കൂടുതലായിട്ട് ഇഷ്ടം തോന്നിയത്. കാരണം സംഭവം ഇതാ ഇവനാട്ടോ. കുറേ ദിവസമായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്. അതായത് എനിക്കിങ്ങനെ ചൂട് പരിപ്പുവടയും ചൂട് ചായയൊക്കെ കഴിക്കണമെന്ന്, അതായത് ഇല്ലെങ്കിൽ എത്തിക്കപ്പും ഒക്കെ. പക്ഷെ നടന്നില്ല. പക്ഷേ എന്തോ എൻ്റെ ആഗ്രഹം പോലെ ഇന്നലെയും ഞാൻ പറഞ്ഞു കേട്ടോ. ഇന്ന് അവളുമാരുടെ കയ്യിൽ അമ്മ കൊടുത്തു വിട്ടു. നമ്മുടെ വീട്ടിൽ പൊരിപ്പ് സാധനങ്ങളൊക്കെ ഇടുന്ന കാര്യം ഞാൻ നേരത്തെ വീഡിയോസിനകത്ത് നിങ്ങൾ കണ്ടു കാണും, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഉച്ചയ്ക്ക് അവിടെ ഇട്ടതാട്ടോ. അപ്പം നമുക്ക് കച്ചവടത്തിന് വേണ്ടി ഇട്ടതാണ്. അങ്ങനെ അമ്മ വരുമ്പോഴൊക്കെ ഞങ്ങൾക്ക് കൊണ്ടുവരും ഇങ്ങനെ ഉണ്ടാക്കി. പിന്നെ അമ്മ ഉണ്ടാക്കുന്നതിൽ എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം ഈ 2 സാധനമായിട്ടോ. ഒരുപാട് സാധനങ്ങൾ, എല്ലാ സാധനങ്ങളും ഉണ്ടാക്കും. പക്ഷേ എനിക്ക് ഒരുപാട് ഇഷ്ടം ഈ പരിപ്പോടയും ഏത്തയ്ക്കാപ്പമാണ്. ഞാൻ അവിടെ ചെല്ലുമ്പോഴൊക്കെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറയാം, അമ്മ പരിപ്പോട ഇട്ടാൽ മതി അമ്മ ഇന്ന്, അല്ലെങ്കിൽ ഏത്തയ്ക്കാപ്പം മതി എന്നുള്ള രീതി പറയും കേട്ടോ. അങ്ങനെ ഞാൻ കൊതി തോന്നി വാങ്ങിച്ച് കഴിക്കും. പിന്നെ ഞാൻ ഇതുകൂട്ട് പണ്ടത്തെ ഞാനെന്ന് വെച്ചാൽ ഈ മഴ സമയമൊക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പാട്ടോ. വിശപ്പിൻ്റെ അസുഖം ഇങ്ങനെ വരും. അപ്പോൾ ഞാൻ ഇരുന്ന് കരയും കേട്ടോ. എനിക്ക് വിശക്കുന്നേന്നും പറഞ്ഞിട്ട് കരയും. അപ്പോൾ അമ്മ പറയും പോയി ചോറെടുത്ത് കഴിക്കുക, ഇല്ലെങ്കിൽ എന്തെങ്കിലും ഇരിക്കുന്നിടത്ത് കഴിക്കാൻ പറയും. ഞാൻ പറഞ്ഞു അയ്യോ ചോറ് കഴിച്ചാലൊന്നും ഈ ഒരു വിശപ്പ് മാറത്തില്ല, എന്തെങ്കിലും ഉണ്ടാക്കി കഴിച്ചാൽ മാത്രമേ മാറത്തുള്ളൂ. എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ ചൂടോടെ എന്തെങ്കിലും ഉണ്ടാക്കി തരാമോ ചായയോടെ കഴിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ പറയാം കേട്ടോ. പിന്നെ എൻ്റെ കരച്ചിൽ കാണുമ്പോൾ മമ്മിയായാലും അമ്മയായാലും എന്തെങ്കിലും പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കി തരും കേട്ടോ. അപ്പോൾ ഈ ഗുണ്ടൊക്കെ ഉണ്ടാക്കി തരും. ഗുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ പുറത്ത് ബോണ്ടയെന്നൊക്കെ പറയുമല്ലോ, അതൊക്കെ ആ ടൈപ്പൊക്കെ കേട്ടോ. അങ്ങനെ അതൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു. അങ്ങനെ അതൊക്കെ ഇരുന്ന് ഞാനിങ്ങനെ കഴിക്കും ചൂടോടെ. ആ ഒരു മഴ സമയത്ത് മഴ ഇങ്ങനെ പെയ്യും, നമ്മളതിൻ്റെ ചൂടോടെ ബോണ്ടയൊക്കെ ഇങ്ങനെ കഴിച്ച് ചായയൊക്കെ കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം. അതിപ്പോൾ എന്ത് സാധനം ആയാലും എനിക്കങ്ങനെ ഒരു സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര സന്തോഷമാണ് എനിക്ക് ആ സമയത്ത്. ഒരെണ്ണം ആയാലും മതി, പക്ഷെ അത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു സന്തോഷം. ഇതുകൊണ്ടുള്ള ശീലങ്ങൾ നിങ്ങൾക്കും കുഞ്ഞിലേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അത് ഇനി എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന്. അങ്ങനെ ഇതാ ഞങ്ങൾ ചായ കുടിയെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് കുറച്ച് അരി എടുത്ത് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നാളെ ദോശ ഇഡ്ഡലിയോ ഇതിനകത്ത് ഏതെങ്കിലും ഒരെണ്ണം ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ സാമ്പാറുണ്ടല്ലോ, അതുകൊണ്ട് ഒരു ദിവസം അങ്ങനെ അങ്ങ് ഓട്ടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാനിതാ അരി അരയ്ക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ട് പിന്നെ കുറച്ച് ഗോതമ്പ് പൊടി ഇന്ന് കലക്കി അടിക്കുന്നുണ്ട്. ഇന്ന് ദോശയാക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞൻ്റെ കരഞ്ഞ് കാല് പിടിച്ചിട്ടാട്ടോ ദോശയാക്കാമെന്ന് വിചാരിച്ചത്. ആ മനുഷ്യൻ അമ്പിലും മില്ലും അടുക്കത്തില്ല. എനിക്ക് വേണ്ടോ എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അവസാനം പറഞ്ഞു മുട്ട വറുത്ത് തരാമെന്ന്. അങ്ങനെ സെറ്റാക്കി എടുത്ത് കേട്ടോ. പിന്നെ ഇതാ ഈ കാണിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അരി അരച്ച് കഴിയുമ്പോഴത്തേക്ക് ഈ ജാറ് കഴിയാൻ നല്ല പാടല്ലേ. അപ്പോൾ ഇത് പെട്ടെന്ന് കഴിയെടുക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അരി അരച്ചതിന് ശേഷം നമ്മൾ അതിനകത്തോട്ട് മാവെല്ലാം മാറ്റിയതിന് ശേഷം പിന്നെ അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഇത് അടച്ച് വെച്ചിട്ട് നമ്മളൊന്ന് ഈ അരച്ചെടുക്കുന്ന പോലെ നമ്മളിന്ന് ഈ മിക്സി ഒന്ന് ഓണാക്കി കൊടുക്കുമ്പോൾ ഈ വെള്ളം കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ആവും കേട്ടോ. അത് കഴിഞ്ഞ് ഒരു 2-3 സെക്കൻഡോ അല്ലെങ്കിൽ 1 മിനിറ്റ് അങ്ങനെ ആക്കിയാൽ മതി കേട്ടോ, പെട്ടെന്നാകും. അത് കഴിഞ്ഞ് ഇങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പതഞ്ഞ് കിടക്കും കേട്ടോ. ആ ഒരു വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കുമെന്ന്. വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ അത് ഫുള്ള് ക്ലീൻ ആയിട്ടുണ്ട്. അതിനകത്ത് മാവിൻ്റെ ഒരു അംശം പോലും ഇല്ല. അല്ലെങ്കിൽ മറ്റേത് അടിയിൽ ഇങ്ങനെ ഉണങ്ങി ഇങ്ങനെ കട്ടിയൊക്കെ പിടിച്ചൊക്കെ ഇരിക്കുമല്ലോ, ആ ഒരു ബ്ലേഡിൻ്റെ ആ ഒരു ഫുള്ളായിട്ട് ഇങ്ങനെയൊക്കെ ഇരിക്കും. നമ്മൾ തേച്ച കഴിയുമ്പോൾ നമ്മുടെ കൈയൊക്കെ മുറിയും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നും കൂടെ ഒന്ന് വെള്ളം ഒഴിച്ചൊന്ന് കഴുകിയെടുക്കുമ്പോൾ ഞാൻ ഒന്നും സോപ്പ് പോലും ഇട്ടിട്ടില്ല കണ്ടോ. സോപ്പൊന്നും ഇടാതെ തന്നെ അകമൊക്കെ നല്ല ക്ലീൻ ആയിട്ട് വന്നു. പിന്നെ നമ്മൾ പുറത്തോട്ട് മാത്രം ജസ്റ്റ് ഇങ്ങനെ സോപ്പൊക്കെ ഇട്ട് പുറത്തൊക്കെ ഉള്ളതൊന്നും തേച്ച് കഴിയാൽ മതി. പിന്നെ അകത്തൊന്നും നമ്മൾ സോപ്പിട്ട് കഴിയുമ്പോൾ അതിനകത്ത് സ്മെല്ലൊന്നും കാണത്തില്ല അത്ര തന്നെ. അപ്പോൾ പെട്ടെന്ന് ക്ലീനാക്കി എടുക്കാൻ പറ്റും. ഇങ്ങനെ എല്ലാവർക്കും അറിയായിരിക്കാം, ചിലപ്പോൾ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടാട്ടോ ഇത് കാണിച്ചു തന്നെ. ഇത് പെട്ടെന്ന് ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മൾ അരച്ച് കഴിയുമ്പോഴേ ജാറിങ്ങനെ ഉണങ്ങാൻ വേണ്ടി വെക്കരുത് കേട്ടോ. ഉണങ്ങാതെ വെക്കാതെ നമ്മൾ പെട്ടെന്ന്
ഇതുകൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒരു വട്ടം ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതി, നല്ലപോലെ ക്ലീൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഇതാ മുട്ട വറുത്ത് കൊടുത്തു കുഞ്ഞിന് വേണ്ടിയിട്ട്. മുട്ടയില്ലെങ്കിൽ ഇന്ന് ആ മനുഷ്യൻ കഴിക്കത്തില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു മുട്ടയൊക്കെ വറുത്തിട്ട് പിന്നെ ഇതാ സാമ്പാറൊക്കെ ആയിട്ട് നമ്മൾ ഫുഡെല്ലാം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇതാ അവിടെ കുറച്ച് പാത്രങ്ങളൊക്കെ ഞാൻ കഴുകി വെച്ച് തിരിപ്പുണ്ടായിരുന്നു. അതെല്ലാം പിന്നെ ഉണങ്ങിയതൊക്കെ എടുത്ത് മാറ്റിയൊക്കെ വെച്ച്, ഇനി ബാലൻസ് പാത്രങ്ങൾ കഴുകാനുണ്ടല്ലോ, അത് പിന്നെ എടുത്ത് വെക്കാനുള്ള സ്ഥലമില്ല. അതുകൊണ്ട് നേരത്തെ കഴുകിയതൊക്കെ വെള്ളമുള്ളതൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പാത്രങ്ങളും കൂടെ ഒന്ന് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ എന്ത് അഭിപ്രായങ്ങളായാലും കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്. നിങ്ങൾക്ക് ഒന്നും പറയാനില്ലെങ്കിൽ റെഡ് ഹാർട്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുമല്ലോ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു തോന്നലുണ്ടാവാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ ഞങ്ങളോട് ഷെയർ ചെയ്യാവുന്നതാണ്. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയുന്നില്ലേ. അതുകൊണ്ട് നിങ്ങൾക്കും നമ്മളോട് നല്ല രീതിയിൽ സംസാരിക്കുമ്പോൾ ഒരുപാട് അറ്റാച്ച്മെൻറ്റ് തോന്നും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനോട്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ എപ്പോഴും പറയുന്നത്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇത്രയൊക്കെ അടുത്തെടുക്കാമെന്നായിരിക്കും. ടാറ്റ ബൈ, സീ യു.